സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാക്കാം. അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠനത്തിന് KR നാരായണൻ സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ് നൽകും. അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് 20 മാസമായി. അപ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും അരിയേഴ്സ് സമയബന്ധിതമായി നൽകാനും നടപടിയെടുക്കും. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താൻ ആധുനിക സൗകര്യങ്ങളുള്ള സ്നേഹ സുമംഗലി വിവാഹ മണ്ഡപങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആരോഗ്യ മേഖലയുടെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചതാണ്. എങ്കിലും അവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിനുണ്ട്, ആരോഗ്യ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. 70% ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ജെറിയാട്രിക് കെയർ യൂണിറ്റുകൾ പ്രായമുള്ളവർക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സെക്കൻഡറി ലെവലിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി ഷീ ഹോസ്പിറ്റൽസ്, വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാനമായി അമ്മവാടി പദ്ധതി, ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ, തീരദേശ മേഖലയിൽ ട്രൈബൽ സെക്ടറിലും കോസ്റ്റൽ ഏരിയയിലുമാണ്. തീരദേശ മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റ് ഹെൽത്ത്. പിന്നെ പോണ്ടിച്ചേരിയിലെ ജിപ്മർ മോഡലിൽ നോ ബിൽ രഹിത ആശുപത്രികൾ. ജിപ്മർ അങ്ങനെയാണ്, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജിപ്മർ ആ മോഡൽ. പിന്നെ മുൻ UDF സർക്കാർ ആരംഭിച്ച വയനാട്, തിരുവനന്തപുരം, കോന്നി, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, കൊല്ലം മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അടിസ്ഥാന സൗകര്യം, സ്റ്റാഫ്, ഉപകരണങ്ങൾ എല്ലാം ഉറപ്പുവരുത്തും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി. കാരണം പല രാജ്യങ്ങളിലും ഒരു സെമസ്റ്റർ പുറത്തുപോയി പഠിക്കാനുള്ള അവസരമുണ്ട്. അത് കേരളത്തിൽ വന്ന് പഠിക്കാൻ ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി, ഈ സ്കീം നിലവിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഒരു സെമസ്റ്റർ ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും. സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തും. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്കസ് ആപ്പ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അമിത രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അക്കാഡമിക് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് ബോഡിയായി ഒരു അക്കാഡമിക് സിൻഡിക്കേറ്റ് ഉണ്ടാകും. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റിൽ നടക്കുന്നത് അക്കാഡമിക് കാര്യങ്ങൾ വെച്ചുള്ള ബാക്കി എല്ലാ ചർച്ചയും നടക്കുന്നത്. അത് അക്കാഡമിക് കാര്യങ്ങൾ മാത്രം നടത്തി വളരെ റിസർച്ച് ഓറിയന്റഡ് ആക്കി ലോക നിലവാരമുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ ഉള്ള പാകത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കെതിരായ ജാതീയമായ വിവേചനങ്ങളും പക്ഷപാതവും അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് കൊണ്ടുവരും. +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. എന്നിങ്ങനെ അവിടെ സംസാരിക്കല്ലേ, അവിടെയൊന്നും സംസാരിക്കല്ലേ പുറത്തു. കേരളത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾക്ക് പ്രോത്സാഹനം നൽകാൻ നയരൂപീകരണം. വിദ്യാഭ്യാസവും ഹെൽത്തുമായി ബന്ധപ്പെട്ടത് വലിയ അക്കാഡമിഷ്യൻസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടേഴ്സിന്റെയും കോൺക്ലേവ് കൂടിയിട്ടുള്ള വളരെ വിശദമായ നിർദ്ദേശങ്ങളാണ്. ഞാനത് നേരത്തെ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ PSC സംവിധാനം, PSCയെയും അതുപോലെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകൂത്തിയാക്കില്ല. എവിടെ വേക്കൻസി വന്നാലും 24 മണിക്കൂറിൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കും. വേക്കൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അഡ്വൈസ്മെന്റ് വായിക്കാനുള്ള സംവിധാനം, അതിനൊരു നിശ്ചിതമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. അതുപോലെ സംസ്ഥാനത്തെ മയക്കുമരുന്നും മുക്ത സംസ്ഥാനമാക്കും. മയക്കുമരുന്നിന്റെ ഉത്ഭവ, വിപണന, വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കണം. ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ. അതാണ് ഇപ്പൊ ചെയ്യാത്ത ആളാണ്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് വലിക്കുന്നവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തി ജാമ്യത്തിലൂടെ അവർ പുറത്തുപോയി അത്ര നേരം വലിക്കാത്തത് വലിക്കുകയും ചെയ്യാൻ.
ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ അന്വേഷിക്കുന്നില്ല, ഫോഴ്സ് അന്വേഷിക്കുന്നില്ല. അപ്പൊ നമ്മുടെ പരിപാടി ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ ആണ്. ഭയങ്കരമായ വിപണന സംഘടനയാണ്, അത് പൊളിച്ചടുക്കും. അതാണ് നമ്മുടെ പ്രഖ്യാപനം. മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കി സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ തുല്യ വേതനം കിട്ടാനൊക്കെയുള്ള നടപടി സ്വീകരിക്കും. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും. SC ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കും.